6, 11, 22. ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्ठिकी। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय श्रीगोविन्दाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा। श्रीमद् भागवतम एंड ऑफ 6 chapter 11 verse number 22। पुंसां किलैकान्त धियां सुखानां यसंपदो दिवि भूमौ रसायां नरादियद्वेष उद्वेग आदिर् मद कलिर्व्यसनं संप्रयासः। पुंसां किलैकान्त धियां सुखानां यासंपदो दिवि भूमौ रसायां नरादियद्वेष उद्वेग आदिर् मद कलिर्व्यसनं संप्रयासः। पुंसां किलैकान्त धियां सुखानां यासंपदो दिवि भूमौ रसायां नरादियद्वेष उद्वेग आदिर् मद कलिर्व्यसनं संप्रयासः। पुंसां किलैकान्त धियां सुखानां यासंपदो दिवि भूमौ रसायां नरादियद्वेष उद्वेग आदिर् मद कलिर्व्यसनं संप्रयासः। हरे कृष्णा। चൊല്ലിക്കൊള്ളൂ। हरे कृष्ण प्रभु। हरे कृष्ण। हरे कृष्ण। हरे कृष्ण। ओम नमो भगवते वासुदेवाय। पुंसां किलैकान्त धियां सुखानां यासंपदो दिवि भूमौ रसायां नरादियद्वेष उद्वेग आदिर् मद कलिर्व्यसनं संप्रयासः। हरे कृष्ण प्रभु। हरे कृष्ण। हरे कृष्ण। हरे कृष्ण। हरे कृष्ण। ओम नमो हरे भगवते हरे कृष्ण। वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। पुंसां किलैकान्त धियां सुखानां यां संपदो दिवि भूमारसायां नरात्रियद्वेष उद्वेग आदिर् मदां कलिर्व्यसनं संप्रयासः। हरे कृष्ण। हरे कृष्ण मदर जी। ആരെങ്കിലും ഒരാൾ ഈ ശ്ലോകം വായിച്ചിട്ട് വേർഡ് ടു വേർഡ് മീനിങ്ങും ട്രാൻസ്ലേഷനും ഒന്ന് വായിച്ചോളൂ പുറപ്പെട്ടു. പ്രഭു എന്റെ നെറ്റ് കട്ടായി പോയി. ഏത് അധ്യായം എന്ന് പറയാമോ? 6ാമത്തെ സ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 22ാമത്തെ ശ്ലോകം. 6, 11, 22.
വായിക്കാനോ പ്രഭു? ആരും വരുന്നില്ലല്ലോ. മാതാജി വായിച്ചോളൂ, മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. പുംസാം കിലൈകാന്തധിയാം സോഗാന്യാം യാം സമ്പദോ ദിവ്യഭൂമയൗ രസായാം നരാത്രിയദ്ദേശ ഉദ്യോഗ ആചർ മദാ കലിർവ്യസനം സംപ്രയാസഃ. പുംസാം വ്യക്തികൾക്കായി കില തീർച്ചയായും ഏകാന്തധിയാം ആധ്യാത്മിക അവബോധത്തിൽ പുരോഗതി പ്രാപിച്ചിട്ടുള്ളവർ സ്വകാനാം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ സ്വന്തമെന്ന് അംഗീകരിച്ചിട്ടുള്ളവർ യാഹ ഏത് സമ്പദഃ ഐശ്വര്യങ്ങൾ ദിവി ഉന്നത ഗ്രഹ സംവിധാനങ്ങളിൽ ഭൂമൗ മധ്യമഗ്രഹ സംവിധാനങ്ങളിൽ രസയാം അധമ ഗ്രഹ സംവിധാനങ്ങളിൽ ന അല്ല രാതി നൽകുക ഏതിൽ നിന്ന് ദ്വേഷം ഉദ്യോഗം ആധിഹി വിക്ഷോഭം മദഹ അഹങ്കാരം കലിഹി കലഹം വ്യസനം നഷ്ടദുഃഖം സംപ്രേസ മഹത്തായ ഉദ്യമം വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പാദകമലങ്ങളിൽ പൂർണ്ണമായി ആത്മസമർപ്പണം ചെയ്തിട്ടുള്ളവരും അദ്ദേഹത്തിന്റെ പങ്കജപാദങ്ങളെ കുറിച്ച് സദാ ചിന്തിക്കുന്നവരും ഭഗവാനാൽ അവിടുത്തെ വ്യക്തിഗത സഹായികളായോ ഭൃത്യരായോ അംഗീകരിക്കപ്പെടുന്നു. അത്തരം ഭക്തർക്ക് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലെ ഉന്നത മധ്യമ അധമ ലോകങ്ങളിലെ വെട്ടിത്തിളങ്ങുന്ന ഐശ്വര്യങ്ങൾ നൽകുകയില്ല. ഒരുവന് ലോകത്തിന്റെ ഈ 3 വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഭൗതിക ഐശ്വര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവന്റെ സമ്പത്തുക്കൾ അവന് ശത്രുതയും ഉത്കണ്ഠയും മാനസിക വിക്ഷോഭങ്ങളും അഹങ്കാരവും ഉത്സുകതയും അധികരിപ്പിക്കുന്നു. അപ്രകാരം സ്വത്തുക്കൾ വർദ്ധിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്ന അവന് അവ നഷ്ടപ്പെടുമ്പോൾ കടുത്ത അസന്തുഷ്ടിയും ക്ലേശങ്ങളും ഉണ്ടാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു വെരി മച്ച്. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമയ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാംബികാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. ഹരേ കൃഷ്ണ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കോടി കോടി പ്രണാമം. അപ്പൊ നമ്മളിന്ന് നോക്കുന്നത് 6ാമത്തെ സ്കന്ധത്തിലാണ്. ഈ 6ാമത്തെ സ്കന്ധം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവർക്കും. എന്തുകൊണ്ട്? എല്ലാ സ്കന്ധങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഈ 18,000 ശ്ലോകങ്ങൾ ശ്രീമദ് ഭാഗവതത്തില് 18,000 ശ്ലോകങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 18,000 ശ്ലോകങ്ങളും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. അപ്പൊ അതില് ഈ അധ്യായം കുറച്ച് കൂടുതലാണ്, അങ്ങനെയില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് അജാമിളന് മോക്ഷം കിട്ടിയതും അജാമിളന് എങ്ങനെയാണ് മോക്ഷം കിട്ടിയത്, അതേമാതിരി വൃത്രാസുരന് എങ്ങനെയാണ് മോക്ഷം കിട്ടിയത്,
ഈ മോക്ഷങ്ങളെ കുറിച്ചൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട് ഈ ഈ സ്കന്ധത്തില്, സ്പെസിഫിക് ആയിട്ട് ആറാമത്തെ സ്കന്ധത്തില്. ആറാമത്തെ സ്കന്ധത്തില് 2-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ യമരാജാവിന്റെ കിങ്കരന്മാർക്ക് കുറച്ച് സംശയം ഉണ്ടായി. അതായത് യമകിങ്കരന്മാര് വിചാരിച്ചുകൊണ്ടിരുന്നത് യമരാജാവാണ് സുപ്രീം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടെ ഈ യമകിങ്കരന്മാര് അജാമിളന്റെ അടുത്ത് പോയ സമയത്ത് അജാമിളനെ ആ കയറൊക്കെ കയറിട്ട് കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന ആ സമയത്താണ് അവിടെ വിഷ്ണുദൂതന്മാര് എത്തുന്നത്. അപ്പൊ അവര് പറഞ്ഞു, ഇത് നിങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ അല്ല. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, അതായത് കൊല്ലത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ആ കൊല്ലത്തുള്ള പോലീസ് സ്റ്റേഷന് ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് പുറത്ത് ആ SIക്കോ അല്ലെങ്കിൽ പോലീസുകാർക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവിടെ നിന്ന് ആളുകളെ പിടിക്കാൻ പറ്റില്ല. ഇനി അവിടെ നിന്ന് പിടിക്കുകയാണെങ്കിൽ ബൈ ചാൻസ് അപ്പുറത്തുള്ള സ്റ്റേഷനിൽ ഹാൻഡ് ഓവർ ചെയ്യണം. ആരുടെ ജൂറിസ്ഡിക്ഷൻ ആണോ വരുന്നത് അവിടെ ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പൊ അതേമാതിരി ഇവിടെ അജാമിളനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവര് റെഡിയായ സമയത്ത് അവിടെ വിഷ്ണുദൂതന്മാര് വരികയാണ്. വിഷ്ണുദൂതന്മാരെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ കാഴ്ചയിൽ തന്നെ അത്രയും തേജസ്സോട് കൂടിയിട്ടുള്ളവരാണ്. യമകിങ്കരന്മാരെ മാതിരിയിട്ടുള്ളവരല്ല. വളരെ തേജസ്സോട് കൂടിയിട്ട്, ചതുർഭുജത്തോട് കൂടിയിട്ട്, ശംഖ് ചക്ര ഗദാപത്മത്തോട് കൂടിയിട്ടാണ് അവരവിടെ വരുന്നത്. അതായത് അവരെല്ലാവരും എങ്ങനെയാണ് അവരുടെ സ്വരൂപസിദ്ധി, നമ്മുടെ എല്ലാവരുടെയും സ്വരൂപസിദ്ധി, നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും സ്വരൂപസിദ്ധി എന്നുള്ള ഒരു സംഗതിയുണ്ട്. നമ്മള് ഭഗവാന്റെ അടുത്ത് എങ്ങനെയാണോ ഇരുന്നത് ആ ഒരു രൂപം നമുക്ക് കിട്ടും നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന സമയത്ത്. നമ്മളെല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്. ഏതേ ചാംശ കലാപുംസാം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അതായത് ഭഗവാന്റെ 3 ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബ്രഹ്മൻ, അതേമാതിരി പരമാത്മ, പിന്നെ ഭഗവാൻ സ്വയം. അപ്പൊ ഈ ബ്രഹ്മൻ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു ബ്രഹ്മൻ നമുക്ക് വേണ്ട. ഭക്തന്മാർക്ക് ബ്രഹ്മത്തെ കുറിച്ച് അറിയാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇനി പരമാത്മാവിനെ കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ട. നമ്മൾ യോഗികളല്ല പരമാത്മാവിനെ കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ജ്ഞാനികൾ. യോഗികള് ബ്രഹ്മനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു? മെഡിറ്റേറ്റ് ചെയ്യുന്നു. ജ്ഞാനികള് പരമാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഭക്തന്മാര് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ. അപ്പോൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത്, അതായത് പൂർണ്ണ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. ആ ശ്രീകൃഷ്ണന്റെ പാർഷദന്മാർ, ഇപ്പൊ നമ്മള് ഭഗവാൻ വൃന്ദാവനത്തിൽ അവതരിച്ച സമയത്ത്, ഭഗവാൻ വരുന്നതിനേക്കാൾ മുമ്പ് ഭഗവാന്റെ പാർഷദന്മാരെല്ലാം വൃന്ദാവനത്തിൽ വന്നിട്ട് അവതരിച്ചു കഴിഞ്ഞു. അപ്പൊ ഭഗവാന് അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ കുറച്ച് ആളുകളുണ്ട്. അവരെ നിത്യസിദ്ധകൾ എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊക്കെ ബദ്ധാത്മാക്കളാണ് ഇപ്പോ. പക്ഷെ ഭഗവാന്റെ കൂടെ ഉള്ളവരെല്ലാവരും നിത്യസിദ്ധന്മാരാണ്. അവരെല്ലാവരും നിത്യസിദ്ധകൾ. അവർക്ക് ഈ ഭൗതിക ലോകവുമായിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല. പക്ഷെ ഭഗവാൻ അവതരിക്കുമ്പോഴേ അവരും അവിടേക്ക് വരുന്നു എന്ന് കരുതി അവര് ഈ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽ ഉൾപ്പെടുന്നില്ല. അവര് ആ 3 ഗുണങ്ങളില് ട്രാൻസെൻഡ് ചെയ്തവരാണ്. ആ 3 ഗുണങ്ങളും കടന്നു നിൽക്കുന്നവരാണ്. നമ്മളെ മാതിരിയുള്ളവർക്കാണ് ഈ 3 ഗുണങ്ങള്, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങള് നമ്മളെ മാതിരിയുള്ളവരെയാണ് എന്ത് ചെയ്യുന്നത്? അറ്റാക്ക് ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സത്വഗുണത്തിൽ, ഇപ്പൊ നമ്മളെല്ലാവരും ഇരിക്കുന്നത് സത്വഗുണത്തിലാണ് എല്ലാവരും. കാരണം ആ ബ്രാഹ്മ മുഹൂർത്തം അല്ലെങ്കിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ ആരൊക്കെയാണോ എണീറ്റ്
കാര്യങ്ങൾ ചെയ്യുന്നത് അവർ സത്വഗുണത്തിലിരിക്കുന്നവരായിരിക്കും. ഇനി ആ സത്വഗുണത്തിന്റെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറുതായിട്ട് രജോ ഗുണത്തിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് കുറെ കൂടി കഴിഞ്ഞ് പിന്നെ നമ്മൾ തമോ ഗുണത്തിലേക്ക് പോകും. അപ്പോ എപ്പോഴും രാവിലെ നിങ്ങളെല്ലാവരും ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങളെല്ലാവരും രാവിലെ തന്നെ എണീറ്റിട്ട് ഭഗവാനെ ഭജിക്കുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ സത്വഗുണത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. നമ്മളെല്ലായ്പ്പോഴും സത്വഗുണത്തിലായിരിക്കില്ല. നമ്മുടെ ഗുണങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ നിത്യസിദ്ധറുകള് അല്ലെങ്കിൽ ഭഗവാന്റെ ഉത്തമ ഭക്തന്മാർ അവരെപ്പോഴും ഇരിക്കുന്നത് സത്വഗുണത്തിലായിരിക്കും. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മളെല്ലാവരും വരണം. അപ്പൊ ഇവിടെ അജാമിളനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ വന്ന സമയത്ത് അജാമിളൻ എന്തെല്ലാം പാപങ്ങൾ ചെയ്തിരുന്നുവെന്ന് വ്യക്തമായിട്ട് ചിത്രഗുപ്തന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഹാർഡ് ഡിസ്ക് കേടാവാത്തതാണ്. ചിത്രഗുപ്തന്റെ ഹാർഡ് ഡിസ്ക് കേടാവില്ല. അപ്പോ ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാല് മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തികള് എല്ലാം ചിത്രഗുപ്തൻ റെക്കോർഡ് ചെയ്ത് വെക്കും. ഈ യമരാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യമരാജാവിന് ആക്ച്വലി നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യന്മാര് ഒരുപാട് ജന്തുക്കളുണ്ട്, അവർക്കൊക്കെ വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അവരൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. മനുഷ്യന്മാരുടെ നല്ലവരുടെയും ചീത്തവരുടെയും കാര്യം നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് യമരാജാവ്. അതിൽ നല്ലവരെയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. പിന്നെ ആരൊക്കെയാണോ പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് അവരുടെ ഒരു തറവായിട്ടുള്ള ഡീറ്റെയിൽസ്, എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷെ ഇവരുടെ ഡീറ്റെയിൽസ് അല്ല. നമ്മളിപ്പോ വിചാരിക്കും ഞാനത് മാൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ ചെയ്ത കർമ്മങ്ങളെല്ലാം തേച്ചു മാച്ച് കളയാൻ ഉദ്ദേശിച്ചാൽ പ്രിയ ഭക്തന്മാര് സാധ്യമല്ല. അങ്ങനെ തേച്ചു മാച്ച് കളയണമെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ വേണ്ടൂ, നമ്മളെല്ലാവരും ചെയ്യേണ്ടൂ. എന്താണ്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാന്റെ തിരുനാമം ശ്രദ്ധയോടുകൂടി ചൊല്ലുക, ഭഗവാനിൽ ശരണം പ്രാപിക്കുക. ഭഗവാൻ ഭഗവത്ഗീതയില് 18ാമത്തെ അധ്യായത്തിലുള്ളവർ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് ഈ സംഗതി. എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം ഭജ, അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇത് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. സർവധർമ്മങ്ങളും പരിത്യജിച്ചുകൊണ്ട് എന്നിൽ ശരണം പ്രാപിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ സകല പാപങ്ങളെയും നീക്കി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ നോക്കണം. അപ്പോ ഇവിടെ നമ്മുടെ അജാമിളൻ എത്ര പാപങ്ങൾ ചെയ്തു? ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ചിത്രഗുപ്തന്റെ ഡയറി നോക്കിയപ്പോൾ ഇയാള് പാപിയാണ്, അയാളെ കൊണ്ടുവന്നിട്ട് അയാൾക്ക് പാപത്തിനനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കണം. അതുകൊണ്ടാണ് യമകിങ്കരന്മാർ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിയത്. പക്ഷെ അദ്ദേഹം എന്തോ മുജ്ജന്മ സുഹൃതം എന്തു ചെയ്തു? ഹരിയുടെ നാമം ജപിച്ചു. നാരായണ 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 എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. നാമം അത് വേണമെന്നുകൊണ്ട് ജപിച്ചതല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്നത് പോലെ അയ്യോ എനിക്ക് നാമം ജപിക്കണമല്ലോ, 16 മാല കഴിക്കണമല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് ചെയ്തതല്ല. അദ്ദേഹത്തിന്റെ ഇളയ മകനോടുള്ള സ്നേഹത്താൽ അവനെ ഞാൻ മിസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്, അത് മാത്രമല്ല യമകിങ്കരന്മാരെ കണ്ടപ്പോഴ് അദ്ദേഹത്തിന് ഭയങ്കര പേടിയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്റെ ഇളയ മകനായിട്ടുള്ള നാരായണനെ വിളിച്ചതാണ്. നോക്കൂ, ഭഗവാന്റെ ഒരു കാരുണ്യം നോക്കൂ. മകനെ വിളിച്ചപ്പോഴ് ഭഗവാനാ മകനെയാണ് വിളിക്കുന്നത്, ഞാൻ അങ്ങോട്ട് പോകണ്ട എന്ന് വെച്ചില്ല. ഉടനെ തന്നെ
ഭഗവാൻ ആളുകളെ പറഞ്ഞയച്ചു. എന്നെ ഒരാൾ വിളിക്കുന്നുണ്ട്, എന്താണ് കാര്യങ്ങൾ പോയി നോക്കാൻ വേണ്ടിയിട്ട് അവരെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഈ യമകിങ്കരന്മാരിൽ നിന്നും അജാമിളനെ ഭഗവാന്റെ പാർഷദന്മാര് സംരക്ഷിക്കുന്നു. അതായത് യമകിങ്കരന്മാർക്ക് അജാമിളനെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. വിഷ്ണുദൂതന്മാര് അജാമിളനോട് പറയണു, നിനക്ക് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു, ഇനി സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഭഗവത് ഭജന ചെയ്തുകൊണ്ട് നീയെ എന്ത് ചെയ്യണം, ജീവിതം സാർത്ഥകമാക്കിക്കോളൂ, ജീവിതം ധന്യമാക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട് അജാമിളനോട്. അങ്ങനെ അജാമിളനോട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അജാമിളൻ അത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷമാണ് അജാമിളൻ ഭഗവത് ധാമത്തിലേക്ക് പോകുന്നത്. അതേമാതിരി തന്നെ ഇവിടെ ഈ വൃത്രാസുരൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എന്താണ് പറയാ, ഒരു ഭക്തനായിട്ടുള്ള സുരനാണ് വൃത്രാസുരൻ. ഇതെന്താ പ്രഭു ഇങ്ങനെ അസുരന്മാരാവുമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഭഗവാന്റെ 2 സേവകന്മാരാണ് ജയൻ ആൻഡ് വിജയൻ. ഈ ജയനും വിജയനും ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അസുര രൂപം സ്വീകരിച്ച് ഭഗവാനുമായിട്ട് എന്ത് ചെയ്തു, യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ ഭക്തനാണല്ലോ, ഭഗവാന്റെ ഭക്തന്മാരാണ് ഈ 2 പേരും, ജയനും വിജയനും. പക്ഷെ അവര് ഭഗവാന്റെ തൃപ്തിക്കായിട്ടാണ്, അതായത് എന്താ പറയാ, ഭഗവാനോട് യുദ്ധം ചെയ്യാൻ, അതായത് ഭഗവാനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരാളും ഇല്ല. അപ്പൊ ഭഗവാൻ ഇടയ്ക്ക് ഈ വീര്യരസം അങ്ങോട്ട് കൂടുമ്പോഴ് ഭഗവാൻ ഒരുപാട് രസങ്ങളുണ്ട്. അപ്പൊ വീര്യരസം കൂടുമ്പോൾ ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യാൻ ആളുകൾ വേണം. അപ്പൊ ഭഗവാനായിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ വേറെ ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ തിരഞ്ഞെടുക്കുന്നവന്റെ ഭക്തന്മാര് മാത്രമായിരിക്കും. അല്ലാതെ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാന്റെ നേർക്ക് നിൽക്കാൻ പോലും അയോഗ്യരായിട്ടുള്ളവരാണ് മറ്റുള്ളവര്. ഭഗവത് ഭക്തന്മാരെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. അങ്ങനെ ജയനെയും വിജയനെയും സെലക്ട് ചെയ്തു. അങ്ങനെ അവരോട് പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഈ ജയനെയും വിജയനെയും നിങ്ങൾക്ക് അറിയുന്ന കഥകളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രഷപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വിരസത തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ നമ്മളങ്ങനെ പോകുമ്പോഴാണ് എനിക്കും ഒരു ഫ്ലോ കിട്ടുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ഈ ജയനും വിജയനും വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരാണ് 2 പേർ. 2 പേരുടെയും കടമ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാനെ കാണാൻ വരുന്നവരെ, അപ്പോയിന്റ്മെന്റ് ഉള്ളവരെ ഉള്ളിലേക്ക് കടത്തി വിടുക, അല്ലാത്തവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഭഗവാനിൽ നിന്നും അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അവരെ ഉള്ളിൽ കടത്തി വിടും. ഇതാണ് ജയന്റെയും വിജയന്റെയും ജോലി. അപ്പൊ ഒരു ദിവസം ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായിട്ടുള്ള 4 ആളുകള്, 4 കുമാരന്മാര്, സനന്ദ, സനാതന, സനത് കുമാര ആൻഡ് സനന്ദ, ഈ 4 ആള് വൈകുണ്ഠത്തിലേക്ക് വരികയാണ്. കുട്ടികളാണ് കേട്ടോ, ചെറിയ കുട്ടികളുടെ രൂപത്തിലാണ് വരുന്നത്. അതായത് ആചാര്യന്മാരാണ്, അല്ലെങ്കിൽ ഉത്തമ ഭക്തന്മാരാണ്, എല്ലാം അറിയുന്നവരാണ് ഈ 4 കുമാരന്മാര്. അവര് എന്ത് ചെയ്യാണ്, വൈകുണ്ഠത്തിലേക്ക് വരുന്നു. അവര് വന്നിട്ട് ഭഗവാനെ കാണാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോ നമ്മുടെ ജയനും വിജയനും അവരെ തടയുന്നുണ്ട്. അങ്ങനെ ജയനും വിജയനും തടഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. അങ്ങനെ ദേഷ്യം വന്നിട്ട് ഭഗവാനെ കാണാൻ വരുന്നവരെ തടയുന്നോ, ഞങ്ങളെ തടയുന്നോ എന്ന് ചോദിച്ചിട്ട് അവരെ ശപിക്കുകയാണ്.
നിങ്ങള് ഭൂമിയിൽ പിറക്കട്ടെ എന്ന്. നിങ്ങള് ഭഗവാന്റെ അസോസിയേഷൻ നഷ്ടപ്പെട്ടിട്ട് ഭൂമിയിൽ പിറക്കട്ടെ എന്ന് ശപിക്കുന്നു. അസുരന്മാരായി പിറക്കട്ടെ എന്ന് ശപിക്കുന്നു. ഇത് കേട്ടപ്പോഴ് ഈ ജയനും വിജയനും വളരെയധികം വിഷമമുണ്ടായി. അയ്യോ, ഭഗവാനെ തിരിഞ്ഞ് നമ്മളെങ്ങനെ ഇരിക്കുക. ഇത്തിരി കഷ്ടമുള്ള ഒരു കാര്യമാണ് ഭഗവാനെ തിരിഞ്ഞു നിൽക്കുക എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളെ ഇപ്പൊ എല്ലാവരും ഒന്ന് ഒരു തീർത്ഥയാത്ര പോവാണെങ്കിൽ അയ്യോ ഒരു 10 പ്രാവശ്യം വീട്ടിലേക്ക് ഫോൺ അടിക്കും. മോളെ നീ കഴിച്ചോ, മോനെ നീ കഴിച്ചോ, എല്ലാം ഉണ്ടാക്കി വെച്ചോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കൺസേൺ ആണ്. നമ്മുടെ കുടുംബവുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് അതെല്ലാവർക്കും ഉണ്ട്. ഭർത്താവിനായാലും ഭാര്യേനായാലും കുട്ടികളായാലും നമ്മൾ വളരെ അറ്റാച്ച്ഡ് ആണ്. നേരെ മറിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോവാന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്തിന് മാത്രം. ഇപ്പൊ നമ്മളെല്ലാവരും ചെയ്യുന്നത് തന്നെയാണല്ലോ. രാവിലെ നാമജപം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാല മാറ്റി വെച്ചു, പിന്നെ മാലയും നമ്മളുടെ കണക്ഷൻ ഉണ്ട്. പിന്നെ അടുത്ത ദിവസം രാവിലെ വീണ്ടും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മുടെ കുടുംബവുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് നമ്മൾ ഭഗവാനുമായിട്ട് വെക്കുന്നില്ല. കുടുംബമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വളരെ വളരെ കൂടുതലാണ് നമുക്ക് എല്ലാവർക്കും. നേരെ മറിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭു ഭയങ്കര ബോറടിക്കുന്നു പ്രഭു, ഭാഗവതമൊന്നും വായിക്കാൻ പറ്റുന്നില്ല പ്രഭു, ഭാഗവതം വായിക്കുന്ന സമയത്ത് ഉറക്കം വരികയാണ് പ്രഭു, ഭഗവത്ഗീത ഒക്കെ കേൾക്കുന്ന സമയത്ത് കുറെ നേരം നമ്മൾ കേൾക്കുന്നുണ്ട്, പിന്നെ ഓട്ടോമാറ്റിക്കലി ഉറങ്ങിപ്പോവാണ് പ്രഭു. പ്രഭു നാമം ജപിക്കുന്ന സമയത്ത് കുറച്ചു നേരം നന്നായി സ്ട്രെയിറ്റ് ആയിരുന്നു നാമം ജപിക്കുന്നു, ഒരു 4-5 മാല കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മള് ഉറങ്ങാൻ തുടങ്ങുന്നു പ്രഭു. എന്താ ചെയ്യുക പ്രഭു? അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ നാമത്തിനോട് നമുക്ക് അറ്റാച്ച്മെന്റ് ഇല്ലാതെ പോകും. ശ്രീമദ് ഭാഗവതത്തിനോട് നമുക്ക് അറ്റാച്ച്മെന്റ് ഇല്ലാതെ പോകും. ശ്രീമദ് ഭഗവത്ഗീതയോട് നമുക്ക് അറ്റാച്ച്മെന്റ് ഇല്ലാതെ പോകും. ഈ അറ്റാച്ച്മെന്റ് എല്ലാം നമുക്ക് ഉണ്ടാവണം. എങ്ങനെയാണോ നമ്മൾ നമ്മുടെ കുടുംബവുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, അതിനേക്കാൾ കൂടുതലായിരിക്കും ഭഗവാനുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്. കാരണം ഭഗവാൻ സാക്ഷാത് ശ്രീകൃഷ്ണൻ എല്ലാത്തിൻ്റെയും ഈ നമ്മുടെ സന്തോഷത്തിന്റെയും എല്ലാത്തിൻ്റെയും ഉറവിടമാണ്. നമുക്ക് സന്തോഷം തരുന്നതും ഭഗവാൻ തന്നെയാണ്. നമ്മുടെ കർമ്മഫലമായിട്ട് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നതും അതിനും കാരണം ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ എല്ലാത്തിൻ്റെയും കാരണഭൂതനാണ്. അപ്പൊ കുറച്ച് അറ്റാച്ച്മെന്റ് നമുക്ക് ഭഗവാനോടാക്കണം. ഇവിടെ വൃത്രാസുരൻ അസുരനാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അസുരൻ എങ്ങനെയാണ് ഭഗവാന് വേണ്ടപ്പെട്ടവനാവാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വൃത്രാസുരന്റെ പൂർവജന്മം അദ്ദേഹം ചിത്രകേതു മഹാരാജായിരുന്നു. ചിത്രകേതു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മഹാനായിട്ടുള്ള രാജാവായിരുന്നു. അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് കുട്ടികളില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം വളരെയധികം വിഷമം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അയ്യോ, എനിക്ക് എന്റെ സാമ്രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പിൻഗാമി ഇല്ലല്ലോ. അങ്ങനെ വളരെ ദുഃഖിതനായിരുന്നു. അങ്ങനെ നാരദനോട് വന്ന് പറഞ്ഞു. നാരദമുനി പറഞ്ഞു, വേണ്ട, ഇപ്പൊ ഇങ്ങനെ തന്നെ പൊക്കോട്ടെ, ഇതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഇല്ലില്ല, എനിക്കൊരു പുത്രൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നാരദമുനിയുടെ കൃപയില് ദയയില് അദ്ദേഹത്തിന് ഒരു മകൻ പിറന്നു. അപ്പോ സാധാരണ രാജാക്കന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പട്ടമഹർഷിമാരുണ്ടായിരിക്കും, രാജ്ഞിമാര് കുറച്ച് കൂടുതലുണ്ടായിരിക്കും. അപ്പൊ ആർക്കാണോ മകൻ പിറന്നത് ആ സ്ത്രീയോട് ചിത്രകേതുവിന് വളരെയധികം അറ്റാച്ച്മെന്റ് ഉണ്ടായി. അങ്ങനെ അറ്റാച്ച്മെന്റ് ആയിട്ട് സദാസമയവും ഈ സ്ത്രീയുടെ കൂടെ തന്നെ ഇരിക്കാൻ തുടങ്ങി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും മറ്റ് രാജ്ഞിമാർക്ക് എന്തുണ്ടായി? അസൂയ തോന്നി. അങ്ങനെ അവര് ചിത്രകേതുവിന്റെ മകന് എന്ത് ചെയ്യണം? വിഷം കൊടുത്തു കൊല്ലും.
അത് കണ്ടപ്പോൾ ചിത്രകേതു വളരെയധികം വിഷമുണ്ടായി. അങ്ങനെ വിഷമുണ്ടായപ്പോ വീണ്ടും അവിടെ നാരദമുനി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞതാണ്, നിനക്ക് കുട്ടികളില്ലാതിരുന്ന സമയത്ത് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. കുട്ടിയുണ്ടായി, ആ കുട്ടി മരിച്ചപ്പോൾ നീ വളരെയധികം ദുഃഖിതനായിത്തീരും. ആ കുട്ടികളില്ലാത്ത സമയത്തുണ്ടായിരുന്ന ദുഃഖത്തിനേക്കാൾ കൂടുതലാണ് കുട്ടി ഉണ്ടായിട്ടത് മരിച്ചുപോയപ്പോ നിനക്ക് നീ അനുഭവിക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ട എന്ന്. അപ്പൊ ഇതെല്ലാം വിട്ടോളൂ, ഇതെല്ലാം വിട്ട് ഉത്തമ ഭക്തനാവാൻ ശ്രമിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചിത്രകേതു നല്ലൊരു ഭക്തനാവുകയാണ്. അങ്ങനെ ചിത്രകേതു നല്ലൊരു ഭക്തനായിട്ട് ചിത്രകേതു നല്ല ഒരു ഉത്തമ ഭക്തനായിട്ട് ഇങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ശരീരം അദ്ദേഹത്തിന് എവിടെ പോവാനും, അതായത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മുടെ നാരദ ഋഷി ട്രാവൽ ചെയ്യുന്നത്, അദ്ദേഹം ഇവിടെ വീണയും ഇട്ടിട്ട് എവിടേക്കും പോകാം. ഈ 14 ലോകത്തിലും എവിടെ പോകാൻ അദ്ദേഹത്തിന് കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഈ പ്ലാനറ്ററി സിസ്റ്റത്തിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അപ്പർ പ്ലാനറ്ററി സിസ്റ്റം, ഒന്ന് മിഡിൽ പ്ലാനറ്ററി സിസ്റ്റം, പിന്നൊന്ന് താഴെ കിടക്കുന്നത്. അപ്പൊ ഇതിൽ എവിടെ വേണമെങ്കിലും നാരദർക്ക് യാത്ര ചെയ്യാം. അപ്പൊ അതേമാതിരി തന്നെ നമ്മുടെ ചിത്രകേതു ഒരു ഉത്തമ ഭക്തനായി തീർന്നു. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു ദിവസം ഒരു പ്ലെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശിവൻ മറ്റ് മഹർഷിമാരെല്ലാം, ശിവന്റെ ആളുകളെല്ലാവരും ഇരിക്കുന്നുണ്ട് മുമ്പിൽ, മഹർഷിമാരെല്ലാം ഇരിക്കുന്നുണ്ട്. ശിവൻ ഒരു ഉയർന്ന പീഠത്തിലിരുന്നു കൊണ്ട് തന്റെ ഇടത് കാലില് പാർവതിയെ വെച്ചിരിക്കുന്നു. ശിവൻ എപ്പോഴും അർദ്ധനഗ്നനാണ്. അദ്ദേഹത്തിന്റെ ഇടത് കാലില് പാർവതി ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിത്രകേതു ആ വഴി പോകുന്നു. ചിത്രകേതു ശിവന്റെ, അതായത് എല്ലാത്തിൽ നിന്നും മുക്തരായിരിക്കണമെന്ന് പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് വൈരാഗ്യം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈരാഗ്യം ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നു. പക്ഷെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഭാര്യ അതായത് പാർവതി തന്റെ ഇടത്തെ കാലിൽ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോഴ് വൈരാഗ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഭാര്യ ഇരിക്കുന്നു. ഇത് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ. ആക്ച്വലി ഒരിക്കലും ചിത്രകേതു മഹാദേവനെ അല്ലെങ്കിൽ പാർവതിയെയും ശിവനെയും ഒന്നും പറയുന്നില്ല. കാരണം അവരുടെ ലെവല് കുറച്ച് വേറെയാണെന്ന് തീർച്ചയായിട്ടും ആർക്കറിയാം, ചിത്രകേതുവിനറിയാം. അദ്ദേഹം പറയണത് ഇവരിത് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളൊരു ചിന്തയിലാണ് ചിരിച്ചത്. അത് ഭഗവാന്റെ മുമ്പിൽ, അതായത് ചിത്രകേതു ശിവന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവര് എങ്ങനെയാണത് മനസ്സിലാക്കാൻ പോകുന്നത് എന്നതിലാണ് ചിരിച്ചത്. ഇത് കണ്ടപ്പോൾ പാർവതിക്ക് ദേഷ്യം വന്നു. പാർവതി ചിത്രകേതുവിനെ ശപിക്കുകയാണ്, നീ അസുരനായി പിറക്കട്ടെ. അങ്ങനെയാണ് ചിത്രകേതു അസുരനായി പിറന്നത്. ചിത്രകേതു ഉത്തമ ഭക്തനായിരുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, അതായത് നാരദ മുനിയുടെ കാരുണ്യം കൊണ്ട് ഉത്തമ ഭക്തനായിരുന്ന ഒരു വ്യക്തിയാണ് ചിത്രകേതു. പക്ഷെ അദ്ദേഹം മനസ്സിൽ ഒരു കളങ്കവുമില്ലാതെ പാർവതിയും ശിവനും ഇരുന്ന സമയത്ത്, ഈ ഭൂതഗണങ്ങളും മറ്റുള്ളവരെല്ലാം ഇരിക്കുന്ന സമയത്ത് ഒന്ന് ചിരിച്ചു പോയി. അതുകൊണ്ട് പാർവതിക്ക് ദേഷ്യം വന്നു. പാർവതി ശപിച്ചു. ചിത്രകേതു അത് സ്വീകരിച്ചു. അങ്ങനെ അസുരനായിട്ട് പിറക്കുകയാണ്. അങ്ങനെ അസുരനായി പിറന്നു കഴിഞ്ഞപ്പോഴ് ചിത്രകേതുവിന് ഇതെല്ലാം, അതായത് വൃത്രാസുരന് ഇതെല്ലാം ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന് തന്റെ പൂർവജന്മം അറിയാം. അദ്ദേഹം ഭഗവാനെ സദാസമയം സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. അതുകൊണ്ടാണ് ഒരു ഭക്തനായിട്ടുള്ള അസുരൻ എന്ന് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഭഗവാന് വളരെ വേണ്ടപ്പെട്ട ഒരു അസുരനാണെന്ന് ഞാൻ പറയാൻ കാരണം.
കാരണം സദാസമയം ഭഗവാനെ കുറിച്ചുള്ള ചിന്തയിലായിരിക്കും വൃത്രാസുരൻ. വൃത്രാസുരനെ വധിക്കുക എന്നുള്ളത് ദുഷ്കരമായിരുന്നു. പക്ഷേ വജ്രായുധം കൊണ്ട് ഇന്ദ്രൻ ഭഗവാന്റെ അജ്ഞാനുസരണം വൃത്രാസുരനെ വധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആരാണോ ഈ ശ്ലോകത്തിൽ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, പുംസാം കിലൈകാന്തതിയാം സ്വകാമാം സ്വകാംനാം യത്സംപദോ ദിവി ഭൂമോ രസായാം നരാദി യദ്വേഷ ഉദ്വേഗ ആദിർ പദക്കലിർവ്യസനം സംപ്രയാസഃ. അത് ആരാണോ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചിരിക്കുന്നത്, ആരാണോ ഭഗവാനെ കുറിച്ച് സദാസമയം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തികളെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാനും ഭഗവാന്റെ സെർവൻസും മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള, അതായത് ഭഗവാൻ അവരെ സെർവന്റ് ആയിട്ട് കാണുന്നു അർത്ഥം. അങ്ങനെയുള്ളവരെ ഭഗവാൻ ഭഗവാന്റെ സെർവന്റ് ആയിട്ട് കാണുന്നു. അങ്ങനെ ഭഗവാന്റെ സെർവന്റ് ആയിട്ട് കാണുന്നവരെ ഭഗവാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല? അവരെ ഒരിക്കലും ഒരുപാട് സമ്പത്ത് കൊടുക്കില്ല. അതായത് ഭഗവാൻ ഒരിക്കലും അവരെ നിനക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കില്ല. കാരണം എന്താണ്? നമുക്ക് ഭൗതികമായിട്ട് ഒരുപാട് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ മറക്കാൻ ശ്രമിക്കും. അത് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് നമുക്ക് നല്ല സമ്പത്ത് കിട്ടിയെന്ന് വെച്ചോളൂ. നല്ല സമ്പത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആൻസൈറ്റി ഉണ്ടാവും. അയ്യോ, ഞാനിതെങ്ങനെ, ആകാംക്ഷയാണ് നമുക്ക്. അയ്യോ, ഇത് ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കുക? എനിക്ക് ഒരുപാട് പൈസ കിട്ടി. അത് കഴിഞ്ഞു കഴിഞ്ഞാല് അയ്യോ, ഈ ആൾക്ക് നിറയെ പൈസ ഉണ്ട്, ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുന്നു. പിന്നെ നമുക്ക് ഇനിയും പൈസ ഉണ്ടാക്കണം, ഒരു മെന്റൽ എഡ്യൂക്കേഷൻ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഭക്തന് നിറയെ പണം കൊടുത്ത്, ഭഗവാൻ ഒരിക്കലും അങ്ങനെ പണം കൊടുത്തിട്ട് ഒരുവന് നല്ല എന്താ പറയണത്, ഭഗവാൻ തന്നെ ഭഗവാന്റെ ഉത്തമ ഭക്തന്മാർക്ക് ഒരുപാട് ഒപ്പുലൻസ് കൊടുക്കില്ല. ഉള്ളത് പതുക്കെ പതുക്കെ ഭഗവാൻ ഇങ്ങനെ എടുക്കും എന്ന് കരുതിയിട്ട് അയ്യോ പ്രഭു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭക്തി ചെയ്യുന്നില്ല എന്നല്ല അർത്ഥം. നമ്മളൊന്നും ആ ലെവലിൽ എത്തിയിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഭഗവാൻ വന്നിട്ട് നമ്മളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഉത്തമ ഭക്തന്മാരുടെ ദൃഷ്ടാന്തങ്ങളാണ്. ഇതെല്ലാം ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭക്തന്മാരെ ഭക്തിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഭഗവാൻ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഭഗവാന്റെ അടുത്തേക്ക് അവരെ കൊണ്ടുവരും ഭഗവാൻ. അതിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. ഈ സമ്പത്ത്, കുടുംബം, ഇങ്ങനെയുള്ള ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. ആ തടസ്സങ്ങളെല്ലാം പതുക്കെ പതുക്കെ ഭഗവാൻ എന്താക്കും? ഇല്ലാതെയാക്കും. എന്നിട്ട് അവരെ ഭഗവാൻ തന്റെ മാറോട് അല്ലെങ്കിൽ തന്നെ ചേർത്ത് പിടിക്കും. ഉത്തമ ഭക്തന്മാര്, നമ്മളൊക്കെ പ്രാരംഭ ഭക്തന്മാരാണ്. നമ്മൾ ഭക്തിയുടെ പാരമ്യത്തിൽ എത്തിയിട്ടൊന്നുമില്ല. ഇനി അങ്ങനെ സംശയങ്ങൾ ഉണ്ടാവേണ്ട. പ്രഭു അപ്പൊ ഞങ്ങൾ ഭക്തി ചെയ്യുന്നില്ല പ്രഭു, ഞങ്ങൾ പോവാന്നുണ്ട്, പോകുന്നും വേണ്ട, നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ സത്യം പറഞ്ഞ ഭക്തിയുടെ പ്രാരംഭ ഘട്ടങ്ങളിലും കൂടി എത്തിയിട്ടില്ല. ആ സ്റ്റാർട്ടിങ്ങിൽ മാത്രം നിൽക്കണം നമ്മളിപ്പോ. ഇത് പതുക്കെ പതുക്കെ ഭഗവാനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ പോയി 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 ആ ലെവലിൽ നമ്മൾ എത്തണം. അതിന് കുറച്ച് സമയമെടുക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും അതിന് സാധിക്കും, സംശയമില്ല. ഇവിടെ ഭഗവാൻ പറഞ്ഞുള്ളത് പോലെ ചില സമയത്ത് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൂടുതലായിട്ട് ഭഗവാൻ തരുകയും ചെയ്യും. എല്ലാം എടുത്തുകൊണ്ട് മാത്രം പോവില്ല ഭഗവാൻ. ചില സമയത്ത് ഭഗവാൻ നമുക്ക് എന്ത് തരും? സൗഭാഗ്യങ്ങൾ തരും. ഇവിടെ ചിത്രകേതുവിന് ഭഗവാൻ സൗഭാഗ്യം കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചിത്രകേതു തന്റെ ഫാമിലി ആയിട്ടുള്ള ഫാമിലിയൽ റിലേഷൻഷിപ്പിൽ കൂടുതലായി കഴിഞ്ഞു. ഭഗവാനെ പതുക്കെ പതുക്കെ മറക്കാൻ തുടങ്ങുമ്പോൾ ഭഗവാൻ ഒരു കുത്തു കൊട്ടിയതാണ്. നീ എന്നെ മറക്കണ്ട,
എന്ന് കരുതിയിട്ട്, അതായത് ഭഗവാൻ അറിയാം എന്റെ ഒരു ഉത്തമ ഭക്തനാണ്, എന്റെ ഉത്തമ ഭക്തൻ ഒരിക്കലും ഭക്തിയിൽ നിന്നും വിട്ടുപോകരുത്. അത് ഭഗവാന്റെ അറേഞ്ച്മെന്റ് അങ്ങനെയാണ്. നമ്മളൊക്കെ ഭക്തി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മള് കുറച്ചു ദിവസം മാറി നിന്ന് കഴിഞ്ഞാലും ഭഗവാൻ നമ്മളെ മാറി നിൽക്കാൻ സമ്മതിക്കില്ല, നമ്മളെ പിടിച്ചു വലിച്ച് ഭക്തിയിലേക്ക് കൊണ്ടുവരും. അപ്പോ ആരാണോ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ച് ഭഗവാനെ നീ മാത്രമേ ഉള്ളൂ എനിക്ക് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട്, അചഞ്ചലമായ വിശ്വാസത്തോടു കൂടിയിട്ട് ആരാണോ ഭഗവത് കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്, അവരെ ഭഗവാൻ തന്റെ സേവകന്മാരാക്കിയിട്ട് വയ്ക്കും. നമുക്കറിയാം ഒരേ ഒരു പുരുഷൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും സെർവൻസ് ആണ്. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണകാരണം. സർവകാരണങ്ങളുടെയും കാരണഭൂതനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആ ഭഗവാന്റെ സേവകന്മാരാണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മുടെ കടമ എന്താണ്? ഭഗവാനെ ദ ബെസ്റ്റ് ആയിട്ട് സേവിക്കുക എന്നുള്ളതാണ്. ഭഗവാൻ ആ പൊസിഷൻ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ പൊസിഷൻ തന്നു കഴിഞ്ഞാല് നമ്മുടെ കർത്തവ്യം എന്താണ്? ഭഗവാന്റെ സേവകനായിട്ടുള്ള ഒരു പോസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നു. ആ പോസ്റ്റ് ശ്രേഷ്ഠമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതാണ് ഭഗവാൻ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഭഗവാന് വേറെ ഒന്നും വേണ്ട. ഭഗവാൻ ആഗ്രഹിക്കുന്നത് തന്റെ ഭക്തന്മാരുമായിട്ടുള്ള എന്താണ്? ഇന്ററാക്ഷൻ ആണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്. നമുക്കറിയാം ചൈതന്യ മഹാപ്രഭു പുരിയിലിരിക്കുന്ന സമയത്ത്, പുരുഷോത്തമ ക്ഷേത്രമായിട്ടുള്ള പുരിയിലിരിക്കുന്ന സമയത്ത് സ്വരൂപ് ദാമോദറുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സംവാദത്തിൽ ഏർപ്പെടും, ഭാഗവതത്തെ കുറിച്ചിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടും. പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ. മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷനാണ്, ഭഗവാൻ സ്വയമാണ്. പക്ഷേ സ്വരൂപ് ദാമോദറിനോട് സ്വരൂപ് ദാമോദർ ഇതെങ്ങനെയാണ് എന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കൊണ്ടിരിക്കും. ഭഗവാൻ അറിയാത്തതാണോ ഇതെല്ലാം? അല്ല, അറിയാം ഭഗവാൻ എല്ലാം. പക്ഷേ തന്റെ ഭക്തന്മാർക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ ജസ്റ്റ് ഒന്നും അറിയാത്തതുപോലെ നടിക്കുക. അങ്ങനെ സ്വരൂപ് ദാമോദർ പറയുന്നുണ്ട്, ഭഗവാനെ അങ്ങ് അന്തർയാമിയാണ്, അങ്ങക്ക് എല്ലാം അറിയാം, എന്നിരുന്നാലും അങ്ങ് ചോദിക്കുന്നതിന്റെ ഫലമായിട്ട് ഞാൻ എന്നാൽ കഴിയുന്നത് മാതിരി അങ്ങക്ക് പറഞ്ഞു തരുന്നു എന്ന്. അപ്പോ നമ്മുടെ കർത്തവ്യം എന്താണ്? മാക്സിമം എന്ത് ചെയ്യണം? ഭഗവാന്റെ സംഘത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ സേവിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമ്മളെ ഭഗവാന്റെ സേവകനാക്കി മാറ്റും. അങ്ങ് ഭഗവാന്റെ സേവകനായി കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് ഭഗവത് ധാമത്തിലേക്ക് എൻ്റർ ചെയ്യാൻ തടസ്സങ്ങൾ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഭഗവാന്റെ സേവകന്മാരാണ്. അവിടെ പോയിട്ട് സേവയ്ക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമുക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല. നമുക്ക് പാസ്പോർട്ടും വിസയും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങളെല്ലാവരും നല്ല ഭക്തി ചെയ്തോളൂ. അതിന് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പതുക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാറ്റിക്കോളൂ. ഹരേ കൃഷ്ണ. ഞാൻ വന്ന സമയത്ത് നിങ്ങൾ കുറച്ച് സംസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പൈതൽ പ്രഭു എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട്.